ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിത്യാസ് മാജിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കുമായിട്ടാണ്. നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ നന്നായി ഒന്നത് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള അലുവയുടെ റെസിപ്പിയും നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ, ഒന്ന് കയറി കാണുക. അപ്പോൾ ഇത് ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതായത് ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു തരിതരിപ്പ് പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കര ഞാൻ ഇതാ ചെറുതായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ഗോതമ്പിന് ഞാൻ 1/2 കപ്പ് ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ തേങ്ങ നല്ല ഇഷ്ടമുള്ളവർക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് വരെ ചേർക്കാം. ഞാനിപ്പോൾ അത്രയും ചേർക്കുന്നില്ല, ഞാൻ കുറച്ച് തേങ്ങയെ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ തേങ്ങ ഒന്ന് നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അതിന് പകരം 1 സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നതെങ്കിൽ അതൊന്ന് ഡ്രൈ ആവും. ഈ ഒരു തേങ്ങയുടെ ആ ഒരു നനവിലാണ് ഞാനിപ്പോൾ ഇത് ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് തേങ്ങ ചേർക്കുന്നതെങ്കിൽ ഒന്നുകിൽ ശർക്കര പാനി കാച്ചിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക, നമ്മൾ അരിയുണ്ടയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തിട്ട് 1-2 സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ തേങ്ങയുടെ നനവിൽ തന്നെയാണിത് ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. വെള്ളമോ പാലോ അങ്ങനെ വേറെ അഡീഷണലായിട്ട് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. നമുക്ക് കറക്റ്റ് പരുവത്തിന് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പിടിച്ച് ഉരുട്ടിയെടുക്കാം. ഞാൻ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. നമുക്ക് നന്നായി പിടിച്ചത് ഉരുട്ടിയെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്ക് ഐറ്റമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നുറുക്ക് ഗോതമ്പ് എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവുമല്ലോ, റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട്. കണ്ടോ, നമ്മളുടെ ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നുറുക്ക് ഗോതമ്പായാലും ശർക്കര ആയാലും ഒക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് ടൈമും എടുക്കില്ല ഇത് ചെയ്യാൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഹെൽത്തിയായ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് റേഷൻ അരി കൊണ്ടും ഇതുപോലെ നല്ല സ്വാദിഷ്ടമായ അരിയുണ്ട തയ്യാറാക്കാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പിയും ഇതിനു മുമ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ കൊടുക്കാം കേട്ടോ, ഒന്ന് കയറി കാണുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഗോതമ്പും കൂടി ചെയ്തെടുക്കാം. ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു അളവിൽ നിന്ന് 12 എണ്ണമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്